ഇതേ വന്യയാളുടെ വരവ് കണ്ടോ നിങ്ങളത് PO ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അപ്പുറം ബസ് സ്റ്റോപ്പിൽ നിൽക്കണേന്ന് പറഞ്ഞു. പക്ഷെ പോയി ആളും ഗ്രാൻഡ് മാളിൻ്റെ അവിടെ വരെ പോയി. സ്വാഭാവികമായി അവളുടെ കാര്യമാണ്. ഇവിടെ ഇറങ്ങാൻ പറഞ്ഞാൽ അവൾ അപ്പുറം ഇറങ്ങും. അതാണ് ഇവളുടെ ഏറ്റവും വലിയ സ്വഭാവം. വന്നേക്കുന്ന വേറെ എവിടെയെല്ലാം മുടി കൂടുതലായിട്ട് കുറച്ച് വെട്ടിക്കളയാന്ന് വിചാരിച്ചു. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് കുറേ ആയി മുടി ഒന്ന് വെട്ടിയിട്ട് മൊത്തം അലമ്പായി കിടക്കുക. അപ്പോൾ ഒന്ന് തുമ്പൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ചെയ്തിടുകയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സിതാലിയയിലാട്ടോ വന്നേക്കുന്നത്. മറ്റൊരു PO ജംഗ്ഷൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. എൻ്റെ മുടി ഞാൻ സ്മൂത്തയും ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ട് എൻ്റെ മുടിയിൽ കാണാനും ഉണ്ട്. ഇങ്ങനെ പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റാത്ത ആൾക്കാരും ഈ സത്യം പറഞ്ഞ ഈ പരിപാടിക്ക് ഇറങ്ങരുത് കേട്ടോ. ഞാൻ തന്നെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സെറ്റായിട്ട് പിന്നെ നമ്മൾ നേരെ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ വിനായകയിലാണ്ടോ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചു. അപ്പോൾ അവളെ എപ്പം കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ഷേക്ക് വാങ്ങിച്ചു. അപ്പോൾ അവൾക്ക് ഷേക്ക് വേണ്ട, എന്ന് ഷേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ അവൾക്ക് ഷേക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം അൽഫാം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അൽഫാമൊക്കെ കഴിച്ച് റെഡിയായി സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ അവൾ കഴിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ഒരു വൈകുന്നേരം സമയത്താട്ടോ ഞാനും അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങാൻ നേരത്തെ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചായിരുന്നു എൻ്റെ സീനിയർ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിനെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ചേച്ചി അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വീട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കടകളിലൊക്കെ കയറി. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഓണയ്ക്ക് അവളെ വീട്ടിലിറക്കിയിട്ട് ഞാൻ പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ളോഗ് എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ.